ഇവിടെ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് ഈ ഹുദ്ഹുദ് വന്ന് ആദ്യം തന്നെ പറഞ്ഞതെന്താണ്? അഹത്തു ബിമാലം തുഹിത്തു ബിഹി, നിങ്ങൾക്കറിയാത്തൊരു കാര്യം എനിക്ക് സൂക്ഷ്മമായിട്ട് അറിയാം. അപ്പൊ പ്രവാചകന്മാർക്ക് ഗൈബ് അറിയും എന്ന് വാദിക്കുന്ന ആളുകൾക്ക് ഈ ആയത്തിൽ ഖണ്ഡനമുണ്ട് എന്ന് മഹാനായ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ അവിടുത്തെ തഫ്സീറിൽ, ഈ ആയത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഈ ആയത്തിൽ ഖണ്ഡനമുണ്ട്, ഫീഹി റദ്ദുൻ, അദ്ദേഹം പറഞ്ഞു, ഇതിൽ ഖണ്ഡനമുണ്ട്. ആർക്ക്? മൻ ഖാല ഇന്നൽ അംബിയാ യഅലമൂനൽ ഗൈബ, നബിമാര് മറഞ്ഞ കാര്യം അറിയും എന്ന് വാദിക്കുന്നവർക്കുള്ള ശക്തമായ ഖണ്ഡനമാണ് ഈ ആയത്ത്. ഇവിടെ നബിനോട് വന്നിട്ടാ പറയണത്, നിങ്ങൾക്കറിയാത്ത എനിക്കറിയാം. അപ്പൊ നബി, ആ പ്രവാചകന് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് ഇപ്പൊ ഇന്നത്തെ മൊയ്തീൻ ഷേഖും അടവൂരൊക്കെ ആണെങ്കിലോ ഇവരെന്താ പറയണ്ടത്? സുലൈമാൻ നബിക്ക് ഇതൊന്നും മനസ്സിലായില്ലേ, എവിടെ പോയി? അതൊക്കെ എനിക്കറിയാം, ഇവിടുന്ന് വരികയാണല്ലേ, ആഹാ ശരിയല്ലേ എന്നൊക്കെ പറയില്ലേ? അറിയില്ലേ? സുലൈമാൻ നബിക്ക് ഇതൊന്നും അറിയൂല. ഹുദ്ഹുദിന് അത് പറയാനും പേടിണ്ടായില്ല. ഹുദ്ഹുദിന് തൗഹീദ് അറിയാം, നിങ്ങൾക്കറിയില്ല, എനിക്കറിയാം. സുലൈമാൻ നബി അലൈഹി സ്വലാം എന്ന നബിക്ക് മറഞ്ഞ കാര്യം അറിഞ്ഞില്ല. പിന്നെ നബിമാർക്ക് പല മറഞ്ഞ കാര്യം അറിയുന്നത് എപ്പോഴാ? അത് അള്ളാഹ് സ്പെഷ്യലായിട്ടാണ്ട് അറിയിച്ചു കൊടുക്കും, കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ്. അല്ലാത്തതിൽ അവരും സാധാരണക്കാരെ പോലെ തന്നെ അവർക്ക് എന്താൻ പറ്റൂല, അറിയാൻ പറ്റൂല. അതിന്റെ തെളിവാണിത്. ഈ ഹുദ്ഹുദ് പറഞ്ഞ വാക്കെന്ന തെളിവാണ് എന്നാണ് ഞാൻ പറയണതല്ല, നമ്മൾക്ക് ഒപ്പിച്ചുണ്ടാക്കണമല്ല. തഫ്സീറുൽ ഖുർത്തുബിയിൽ അദ്ദേഹം പറയണം. ഇപ്പൊ നബിമാർക്ക് മറഞ്ഞ കാര്യം ഒക്കെ അറിയാം. ഇവര് നബിമാരൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ നേരത്തെ പാടിയ വരികൾ ആരെ കുറിച്ചാ? മൊഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ചുണ്ടാക്കിയ മൊഹീദ്ദീൻ മാലയിലുള്ള പാട്ടാ പാടിയത്. എന്ത്? കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോലെ പറയും, എല്ലാം അറിയും, രഹസ്യം പരസ്യമൊന്നും വ്യത്യാസമല്ല. അതിനെ കോഴിക്കോട്ടുകാരനായ സി എം അവിടെ വരുന്നു, എല്ലാം മൂപ്പര് അറിയുന്നുണ്ട്, ഒന്നും അറിയാത്തതില്ലാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തൗഹീദിന്റെ മാർഗത്തിലാവുന്നതൊക്കെ ചെയ്യണം. നമ്മൾ മരിക്കോളം നമുക്ക് ചാൻസ് കുറച്ചേ കിട്ടുള്ളൂ. ഈ അന്ധവിശ്വാസം പേറിക്കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ നിങ്ങളുടെ ഒക്കെ പരിചയത്തിലുണ്ട്, കുടുംബങ്ങളിലുണ്ട്. നിങ്ങൾ അവർക്കൊക്കെ ഈ മെസ്സേജ് എത്തിച്ചു കൊടുക്കണം. ഈ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ നോക്കണം. അള്ളാനെ വിചാരിച്ചിട്ട് ഞാനും നിങ്ങളും ചെയ്യേണ്ട പണിയാണത്. വേറൊന്നും നമ്മളെ മനസ്സിൽ ലക്ഷ്യമുണ്ടാവരുത്. ആരെയും തോൽപ്പിക്കലോ ആരെയും ബാധിച്ച് ജയിച്ചടക്കലോ ഒന്നല്ല. റബ്ബിന്റെ കലിമത്ത് ലോകത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെ ഉയർന്നു നിൽക്കണം. അതിനെതിരെയുള്ള ശിർക്കാണ് ഇവിടെ ഒരു കൂട്ടം ആളുകൾ ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് അവരിവിടെ പ്രചരിപ്പിക്കുന്നത്. നമുക്കൊരു ബാധ്യതയല്ലേ സുഹൃത്തുക്കളെ? ഇതൊക്കെ കേട്ടില്ല കണ്ടില്ല എന്ന് അടിച്ചിങ്ങനെ വെറുതെ നമ്മളിങ്ങനെ സുഖജീവിതം നയിച്ചാൽ മതിയോ? നമ്മളാലാകുന്ന നിലയ്ക്ക് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസികൾക്കെതിരെ നമ്മൾ പ്രമാണങ്ങൾ ഉദ്ധരിച്ച് അവർക്കെതിരെ ശക്തമായി നമ്മൾ രംഗത്തിറങ്ങണം. അവരോട് ഈ കാര്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ സമയം കാണണം. അത് നമ്മുടെ ബാധ്യതയാണ്. ഒരാളെങ്കിലും നമ്മുടെ പ്രവർത്തനത്തിലൂടെ ഹിദായത്തിലേക്ക് വന്നാൽ ഈ ലോകത്ത് എന്ത് നേടുന്നതിനേക്കാളും ഖൈർ അതാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനെ ഖൈബറിലേക്ക് പറഞ്ഞയക്കുമ്പോൾ പറഞ്ഞു കൊടുത്തതാ. അലി, നീ പോകുന്നത് ഖൈബറിലേക്കാണ്. അവിടെ പോയിട്ട് നീ ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കണം. നിന്റെ വാക്ക് മുഖേന ഒരാളെങ്കിലും അള്ളാഹിന്റെ മാർഗത്തിലേക്ക് വന്നാൽ ദുന്യാവിലെ ഏറ്റവും വലിയ സമ്പത്തായ അന്നത്തെ സമ്പത്താണ് ഉദാഹരണം പറഞ്ഞത്, അത് കിട്ടുന്നതിനേക്കാളും നിനക്ക് അതാ ഖൈർ. നമുക്കതൊക്കെ വേണ്ടേ? നമുക്കും വേണ്ടേ അതൊക്കെ? അതിനാണ് നമ്മളൊക്കെ അധ്വാനിക്കേണ്ടതും. നമ്മുടെയൊക്കെ സമയവും ശ്രദ്ധയൊക്കെ നമ്മൾ ചെലവഴിക്കണം. ഇവിടെ നിങ്ങൾ വന്നിരിക്കുന്നതൊക്കെ അതിനാ, നമ്മളിത് പഠിക്കുന്നതും അതിനാ. ഇത് പഠിക്കണം, ഉൾക്കൊള്ളണം, സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം. ആ ബാധ്യത നമുക്കുണ്ട് എന്ന് ഞാൻ നിങ്ങൾ തിരിച്ചറിയണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.